പൊതുവേ സമൂഹത്തിന് കൂടുതൽ പരിചയമില്ലാത്ത സാറിൻ്റെ ഒരു മേൽവിലാസമുണ്ട്. വളരെ പ്രഗത്ഭനായ ഒരു നടൻ, ഒരു കലാകാരൻ എന്നത്. അതോടൊപ്പം കഥാപ്രസംഗവേദിയിൽ ആദർശാത്മകമായ ധാർമ്മികമായ ശബ്ദമുയർത്തിയ ഒരു സൗന്ദര്യ ആരാധകൻ എന്ന നിലയ്ക്ക് ഇതേപ്പറ്റി കൂടി അറിയുന്നത് സന്തോഷകരമായിരിക്കും. ഞാനൊരു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഞാനൊരു പള്ളിക്കൂടം ആരംഭിച്ചു. അതാണ് എൻ്റെ ആദ്യ ജീവിതാനുഭവങ്ങളിൽ മറ്റൊന്ന്. നായർ സർവീസ് സൊസൈറ്റിയുടെ വകയായിട്ടാണ് ആ സ്കൂള് തുടങ്ങിയത്. പക്ഷേ ആ സ്കൂള് പണിയാനുള്ള പണവും തടിയും കല്ലും എല്ലാം പിരിച്ചുണ്ടാക്കി ചെയ്യേണ്ട ഒരു വലിയ ജോലിയായി ഭവിച്ചു. എന്നേക്കാൾ പ്രായമുള്ള കുട്ടികളെയാണ് ഞാൻ അന്ന് പഠിപ്പിച്ചത്. വളരെ പ്രായം ചെന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അന്ന് എൻ്റെ എൻ്റെ ശിഷ്യരായിരുന്നു. ഞങ്ങളെല്ലാം ചേർന്ന്, പിന്നെ നാട്ടുകാരും കൂടെ ചേർന്ന് പണം പിരിച്ച് ഈ സ്കൂള് പണിത്, ആ സ്കൂൾ ഇപ്പോഴും ഉണ്ട്. ആ സ്കൂള് പണിയാൻ കുറച്ച് പണം പിരിക്കാൻ വേണ്ടി ഞാൻ കഥാപ്രസംഗം പരീക്ഷിച്ചു തുടങ്ങിയതാണ്. ആലുവ കോളേജിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. പക്ഷേ ഈ കഴിവെനിക്കുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ രംഗത്തിറങ്ങിയത് ഈ കഥാപ്രസംഗം ഈ പള്ളിക്കൂടത്തിന് വേണ്ടി പണം പിരിക്കാൻ പോയപ്പോഴാണ്. പല ദിക്കിലും നിന്ന് ഞാൻ കഥാപ്രസംഗം, മഗ്ദലന മറിയം, ചണ്ടാല ഭിക്ഷുകി, കരുണ തുടങ്ങിയിട്ടുള്ള കവിതകൾ കഥാപ്രസംഗ രൂപത്തിൽ ഭംഗിയായി അവതരിപ്പിച്ച് നാട്ടിൻപുറത്തെ സാധാരണ ജനങ്ങളെ കോരിത്തരിപ്പിച്ച അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അവർക്ക് ഒരു ചെറിയ പാത്രം കാണിച്ചാൽ അവർ സ്കൂളിന് പണം തരുമായിരുന്നു. സിനിമാ രംഗത്തേക്ക് വന്നത് എങ്ങനെയാണെന്ന് കൂടി. സിനിമാ രംഗത്തേക്ക് വന്നത് വെറും ഒരു യാദൃച്ഛിക സംഭവമാണ്. ഞാൻ ഈ കോളേജിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന കാലത്ത് എൻ്റെ നാട്ടുകാരൻ ഒരു അഖിലേശ്വരയ്യർ വന്ന് എന്നെ കണ്ട്, ഇങ്ങനെ ഒരു സിനിമ പടം എടുക്കാൻ പോകുന്നു, നിങ്ങളതിൽ നായകനായി അഭിനയിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വാസ്തവത്തിൽ വലിയ ഭ്രമമൊന്നും അതിന് അന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ ഞാനന്ന് വലിയൊരു കടക്കാരനായിരുന്നു. ഈ സാമൂഹ്യ സേവനത്തിൻ്റെ എൻ്റെ സമ്പാദ്യം കുറെ കടമായിരുന്നു. കടമൊക്കെ കൊടുത്തു വീട്ടാൻ പണമില്ലാതെ വന്നപ്പോൾ എൻ്റെ ഭാര്യ കഥകിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പതുക്കെ മന്ത്രിച്ചു, ഇത് ഏറ്റെടുക്കുക നല്ലത്, നമ്മുടെ ഈ കടമൊക്കെ വീട്ടാം എന്ന് പറഞ്ഞ് 5000 രൂപ കോൺട്രാക്ട് വെച്ചാണ് ഞാൻ സേലത്ത് പോയി യാചകൻ എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചത്. ആ സിനിമ രംഗത്ത് തുടരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. കാരണം എനിക്കത് ആകെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ, സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ സന്തോഷമാണെങ്കിലും അത് എടുക്കുന്ന അതിൻ്റെ പശ്ചാത്തലം അത്ര വളരെ സുഖകരമായി എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു സിനിമയ്ക്ക് ക്ഷണിച്ചപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഗാന്ധിജി, ജയപ്രകാശ് നാരായണൻ, വിനോബജി എന്നിവരുടെ ദർശനങ്ങളാണല്ലോ സാറിനെ രൂപപ്പെടുത്തിയത്. ഇവരുടെ കർമ്മമാർഗങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ അങ്ങ് അനുഷ്ഠിച്ച പരിപാടികൾ എന്താണെന്ന് വിശദമാക്കിയാൽ കൊള്ളാം. തിരിച്ചു വന്ന് നായർ സർവീസ് സൊസൈറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയപ്രകാശ് നാരായണന്റെ ഒരു ക്ഷണം എനിക്ക് കിട്ടി. അശോക് മേത്ത മുഖാന്തരം എനിക്കൊരു ക്ഷണം കിട്ടി. JP എന്നോട് യാതൊരു സൗജന്യവുമില്ലാതെ, ഒരു ദയവുമില്ലാതെ എന്നെ കണ്ട മാത്രയിൽ, എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞ മാത്രയിൽ
JP പറഞ്ഞു, ഉദ്യോഗം ഉപേക്ഷിച്ചിട്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ കടുപ്പക്കാരനായ ഒരാളാണ്. അദ്ദേഹം അന്ന് ഒരു വലിയ ഉപവാസം കഴിഞ്ഞ് പൂർണ്ണമായും സർവോദയത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ ഘട്ടമാണ്. ബോംബെയിൽ ഞാൻ ഈ തീരദേശ ദുരിത നിവാരണത്തിന് കുറെ കഥാപ്രസംഗം നടത്താൻ ഞാൻ ബോംബെയിൽ പോയിരുന്നു. അന്ന് JPയെ കാണാൻ എനിക്ക് അവസരം ഉണ്ടായി. അവിടെ വച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കോളേജ് പണിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിപ്പോഴാവശ്യം ഈ സർവോദയ പ്രവർത്തനമാണ്. അതുകൊണ്ട് വിനോബാജിയുടെ ഭൂദാൻ മൂവ്മെന്റിൽ നിങ്ങൾ പങ്കെടുക്കൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പന്തളത്താണ്. ഞാൻ തിരികെ പന്തളത്ത് വരുമ്പോൾ ഇക്കണ്ടവാര്യർക്ക് ജയപ്രകാശിന്റെ ഒരു സന്ദേശം കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പന്തളത്ത് വന്ന് കണ്ട് നിർബന്ധമായി പറഞ്ഞപ്പോൾ ഞാൻ 2 വർഷത്തേക്ക് കോളേജിൽ നിന്ന് അവധിയെടുത്ത് എൻ്റെ ദരിദ്രമായ കുടുംബത്തിന് ഈ ശമ്പളം കൊണ്ടല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതിരുന്നത് കൊണ്ട് ജോലി കൈവിടാതെ 2 വർഷം ഞാൻ അവധിയെടുത്ത് പ്രവർത്തിച്ചു. 2 വർഷം ഞാൻ സഞ്ചരിച്ച് സർവോദയ ആദർശവും ഭൂദാനത്തിൽ അന്തർഭവിക്കുന്ന വിപ്ലവാശയവും പ്രചരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ദാനമായി ഭൂമി വാങ്ങിയിട്ടുള്ള അത് വിതരണം ചെയ്തിട്ടുണ്ട്. സർവോദയം ഒരു വിപ്ലവാശയമാണ്. ഒരു പുതിയ സമൂഹ രചനയ്ക്ക് വേണ്ടി ഗാന്ധിജി നിർദ്ദേശിച്ചത് ഗ്രാമസ്വരാജ് എന്ന് പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു വലിയ വിപ്ലവാശയമാണ് ഗാന്ധിജി അവതരിപ്പിച്ചത്. ഇന്ന് ഭരണതലത്തിലും പൊതുജനങ്ങളുടെ ഇടയിലും ചർച്ച ആയിട്ടുള്ള വികേന്ദ്രീകൃത ഭരണ സംവിധാനവും ഉൾപ്പെടുന്നതല്ലേ? അത് മാത്രമല്ലല്ലോ. അതെ, അല്ല, ഇപ്പൊ ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നതും ഗാന്ധിജി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജുമായി പല വ്യത്യാസങ്ങളുമുണ്ട്. അത് വിശദീകരിക്കാൻ ഞാനിപ്പോൾ ഒരുങ്ങുന്നില്ല. എങ്കിലും അതിൻ്റെ ഒരംശമെങ്കിലും ഇപ്പോഴത്തെ സർക്കാരുകൾ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. തുടർന്ന് സാറിന്റെ പ്രവർത്തനം കൂടുതലും മദ്യനിരോധന മേഖലയിലാണല്ലോ. അതെ, ഉറച്ചു നിന്നിട്ടുള്ളത്. അതെ, കഴിഞ്ഞ 12 വർഷമായി കേരളത്തിൽ മദ്യം ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും പൂർണ്ണമായി കരുത്തുള്ള നിയമം കൊണ്ട് നടപ്പിലാക്കണം മദ്യനിരോധനം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ശക്തിയായ പ്രചാരവേല മാത്രമല്ല, അതിനുവേണ്ടിയുള്ള സമരം, അതിനുവേണ്ടിയുള്ള മദ്യഷാപ്പ് പിക്കറ്റിംഗ്, അതിനുവേണ്ടിയുള്ള ജയിൽവാസം എല്ലാം ആയിരുന്നു കഴിഞ്ഞ 12 വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്, ഞാനും എൻ്റെ സഹപ്രവർത്തകർ. ഈ ജയിൽവാസം കേട്ടപ്പോൾ അടിയന്തരാവസ്ഥക്കാലത്തും കുറെ നാൾ ജയിലിലായിരുന്നു. അതെ, അടിയന്തരാവസ്ഥക്കാലത്ത് ഞാൻ 7 മാസം ജയിലിലായിരുന്നു. അത് കഴിഞ്ഞാണല്ലോ ഇത് വരുന്നത്. ഈ മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്തതിന് 2-3 പ്രാവശ്യം എന്നെ ജയിലിലാക്കിയിട്ടുണ്ട്. അത് 5 ദിവസം 10 ദിവസം ഒക്കെ ആയിട്ടുള്ള ശിക്ഷകളാണ്. മൊത്തത്തിൽ സാറ് പ്രചാരവേലയെന്നും കർമ്മപരിപാടിയെന്നും പറഞ്ഞുവല്ലോ. ഇതൊക്കെ ഇപ്പോൾ എന്നെ പോലെയുള്ളവരുടെ അനുഭവത്തിൽ ആഴത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി എന്നാണ് തോന്നുന്നത്. ആ ഒരു സംതൃപ്തി സാറിന് ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഈ നടത്തിയ മദ്യ ഷാപ്പ് പിക്കറ്റിംഗ്, അതുപോലെ മദ്യഷാപ്പ് പൂട്ടിക്കൽ, മദ്യം നിരോധിക്കാൻ വേണ്ടിയുള്ള പ്രചാരവേല, ഇതിലെല്ലാം കൂടി ഈ രാജ്യത്ത് നല്ല മദ്യം എന്ന വിപത്തിനെതിരെ ഒരു വലിയ ഉണർവുണ്ടാക്കാൻ ഞങ്ങൾക്ക്, എനിക്ക് മാത്രമല്ല എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഇതിനകം സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നു. ഈ ഒരു ധാർമ്മികമായ പോരാട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടാണോ ഈ അധികാരത്തിലേക്കുള്ള പാതയിൽ ശ്രദ്ധ വയ്ക്കാത്തതെന്ന്? ഗാന്ധിയൻ തത്വസംഹിതയുടെ ഭാഗമാണോ? അല്ല, ഗാന്ധിയൻ തത്വസംഹിതയിൽ ഈ രാഷ്ട്രീയ കക്ഷിബന്ധമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ ഭ്രമം ഒന്നും ഒരു ഗാന്ധിയന് ഉണ്ടാകേണ്ട കാര്യമില്ല. സമൂഹത്തെ ഉയർത്താനുള്ള ധീരമായ ഒരു വിപ്ലവ പരിപാടിക്ക് പോകുന്നതിനിടയ്ക്ക് അധികാരത്തിലേക്ക് കണ്ണുനട്ടും ഇരിക്കേണ്ട ആവശ്യം ഒരിക്കലും ഒരു ഗാന്ധിയൻ പ്രവർത്തകന് തോന്നാറില്ല.